ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിച്ചു തരുന്നതിനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് നിലവിലുള്ള പല സംശയങ്ങൾക്കും നമുക്ക് മറുപടി തരുന്നതിനുമൊക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ഏറെ ബഹുമാനമുള്ള ഡെന്നിസ് ജോയ് സർ, ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നും കൃഷ്ണപുരത്ത് നിന്നും എഴുതുന്നു. ഇവിടെ 1003 സ്ക്വയർ ഫീറ്റിൽ ഞാൻ വീട് വിലയ്ക്ക് വാങ്ങി. ഇതിൽ താമസമായതിൽ പിന്നെ എന്നും ഓരോരോ അസുഖങ്ങൾ വേട്ടയാടുകയാണ്. ഒരു പൈസ പോലും കയ്യിൽ നിൽക്കാത്ത അവസ്ഥയാണ്. ആകെ പ്രയാസമാണ്. പലരും വന്ന് പല രീതിയിൽ മാറ്റങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ചെയ്തിട്ടും യാതൊരു മാറ്റവും കാണുന്നില്ല. എനിക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നും ഏതെങ്കിലും തരത്തിലൊരു പരിഹാരം ഉണ്ടാകുമോ? ദയവായി നിർദ്ദേശിച്ചു തരണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പറയാറുണ്ട്, നമുക്കൊരു വീട് എടുക്കുമ്പം അതിൻ്റെ ചുറ്റളവ് വരുമ്പോൾ ഒന്ന് യൗവനത്തിലായിരിക്കണം, അല്ലെങ്കിൽ ബാല്യത്തിലായിരിക്കണം, അല്ലെങ്കിൽ കൗമാരത്തിലായിരിക്കണം. നമ്മൾ പല എപ്പിസോഡിലും നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ചുറ്റളവ് വരുമ്പോഴത്തേക്ക് ഇത് മരണച്ചുറ്റി നിൽക്കുന്ന ഒരു വീടായിട്ടാണ് കാണുന്നത്. കാരണം മരണച്ചുറ്റി നിൽക്കുന്ന ഒരു വീടെന്ന് പറയുമ്പോൾ പലരുടെയും ഒരു ധാരണ ദുർമരണം നടക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് വല്ല മരണങ്ങൾ നടക്കും. അതല്ല ഉദ്ദേശിക്കുന്നത്. കാരണം ചില മരണച്ചുറ്റിലൊരു വീട് നിൽക്കുമ്പോൾ ചിലപ്പം ദുർമരണ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ചില ആൾക്കാരുടെ ജാതകത്തിൽ ചിലപ്പോൾ മോശം സമയം കൂടെയൊക്കെ വരുമ്പോഴത്തേക്ക് അതിനുള്ള സാധ്യതകളുണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം വെച്ചാൽ നമുക്കൊരു എഴുന്നേറ്റം ഉണ്ടാവില്ല. കാരണം ചില നമ്മൾ എത്ര സമ്പാദിച്ചാലും എത്ര പൈസ നമ്മൾ ഉണ്ടാക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും. കാരണം നമ്മളൊരു നല്ല പ്രായം മൊത്തം നമ്മൾ ജോലി ചെയ്യും, പക്ഷേ വയസ്സാം കാലം ആകുമ്പോഴത്തേക്ക് നമുക്കൊന്നും സേവ് ചെയ്യാൻ പറ്റില്ല. മക്കളുടെ കാലത്ത് ചിലപ്പോൾ അവർ നോക്കില്ല. ആ അവിടെ ഒരു ദുരിതം പിടിച്ചൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഇവർക്ക് പറ്റിയിരിക്കുന്നത് ഒന്നാമത് ഇത്, രണ്ടാമത് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ച വീടാണ്. കാരണം ഒരു വീട് സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുമ്പം കാരണം അതിലാദ്യം താമസിച്ചിരുന്ന വ്യക്തിക്ക് എന്താണോ അതിനകത്ത് താമസിച്ചിരുന്ന വിഷയം, അവരനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നം എന്താണോ അത് രണ്ടാമത് വാങ്ങിക്കുന്ന വ്യക്തിയും അതേപോലെ അത് ബാധിക്കും. അപ്പോൾ എപ്പോഴും ഒരു സെക്കൻഡ് ഹാൻഡ് വീട് നമ്മൾ വിലയ്ക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അതിനകത്ത് നിലവിൽ എന്തെങ്കിലും വാസ്തു കംപ്ലൈൻറ്റ് ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അതെന്താണെങ്കിലും അത് പരിഹരിച്ച ശേഷം അത് വാങ്ങി താമസിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഇവരെന്തായാലും ഇതിനകത്ത് വാങ്ങിച്ചു പോയി. അപ്പോൾ ഇവർ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ചുറ്റളവ് ഇവർ ക്ലിയർ ചെയ്യണം. കാരണം അല്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞ പോലെ എത്ര സമ്പാദിച്ചാലും ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും. കാരണം നമുക്കൊരു എഴുന്നേറ്റം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം ഇവരുടെ ചുറ്റളവ് ഇവരെടുക്കുമ്പോൾ ഒരു 80 സെൻറ്റിമീറ്റർ കൂടി ഇവർ കൂട്ടിയെടുക്കുകയാണെങ്കിൽ 81 കോൽ വരും. 16 വിരലാണ്. അതുപോലെ തിരുവാതിര നക്ഷത്രമാണ്, യൗവനമാണ്. ഉത്തമമായ കണക്കിലേക്ക് അത് മാറിക്കിട്ടും. അതുപോലെ ഇതിൻ്റെ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും മതിലില്ലാത്ത ഒരു വീടായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ ഇതിൻ്റെ കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും മാത്രമേ ഇതിനകത്ത് ഓൾറെഡി മതിലുള്ളൂ. അപ്പം നമ്മളൊരു വീട് മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്യുമ്പം അതിൻ്റെ 4 സൈഡ് മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം ഓർക്കുക. കാരണം വെച്ചാൽ മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്യുന്നത് വീടിന് ആ കോമ്പൗണ്ടിന് പുറമേ ഉള്ള ദോഷങ്ങൾ വീടിനകത്തേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഏത് 2 സൈഡിലും മതിലില്ലാത്ത അവസ്ഥ വരുമ്പം ഇത് ഒറ്റ പ്ലോട്ട് പോലെയുള്ളൂ. കാരണം അപ്പുറത്തെ ദോഷങ്ങൾ ഇപ്പുറത്തെ ദോഷങ്ങൾ അപ്പുറത്തും എന്തായാലും ഉണ്ടാവും. അപ്പം മതിൽ കെട്ടി ഇത് സെപ്പറേറ്റ് ചെയ്യുക. അതുപോലെ വസ്തുവിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടൊരു ഏങ്കോണിപ്പ് കാണുന്നുണ്ട്, അത് ക്ലിയർ ചെയ്യുക. കിഴക്ക് ഭാഗത്ത് ആ വസ്തുവിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഏങ്കോണിപ്പ് ഇതിനകത്ത് ദോഷമായിട്ടാണ് കാണുന്നത്. അപ്പം അത് കെട്ടി സ്ക്വയർ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ ക്ലിയർ ആവും. അതുപോലെ മെയിൻ ഡോറിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ടോയ്ലറ്റ് കാണുന്നുണ്ട്. കാരണം വെച്ചാൽ മെയിൻ ഡോർ നമ്മൾ തുറന്നു കഴിയുമ്പം അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്നത് ടോയ്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ടോയ്ലറ്റിൻ്റെ ഡോർ എപ്പോൾ തുറക്കുന്നു അതിനകത്തുള്ള നെഗറ്റീവ് ഊർജ്ജമായിരിക്കും നമ്മുടെ മെയിൻ ഡോറിലേക്ക് എപ്പോഴും കടന്നു വരുന്നത്. കാരണം നമുക്ക് വീടിന് വെളിയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് എനർജിയെ പോലും അത് നെഗറ്റീവ് ആക്കിക്കളെ. അതുകൊണ്ട് ഒന്നുകിൽ ഈ ഡോറ് ഈ മെയിൻ ഡോറിന് നേരെ വരാത്ത രീതിയിൽ അത് അറേഞ്ച് ചെയ്യുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തൽക്കാലം എന്തെങ്കിലും ഒരു കർട്ടനോ എന്തെങ്കിലും ഇട്ട് സെപ്പറേറ്റ് ചെയ്യുക. അതുപോലെ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ വലിയ ബൗൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിറച്ച് കല്ലുപ്പ് നിറച്ചിട്ട് ഈ ടോയ്ലറ്റ് വെക്കുകയാണെങ്കിൽ കുറേ നെഗറ്റീവ് ഊർജ്ജം അത് പിടിച്ചെടുക്കുന്നതിന് കാരണമാവും. അത് അലിയുന്ന സമയത്ത് വീണ്ടും കൊണ്ട് റീഫ്രഷ് ചെയ്തിട്ട് വീണ്ടും നിറച്ച് വെക്കുക. അതുപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇതിനകത്തൊരു കിണർ വരുന്നുണ്ട്. കാരണം വെച്ചാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണറോ സെപ്റ്റി ടാങ്കോ വെള്ളം കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് സാമ്പത്തികപരമായിട്ടൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് എത്ര രൂപ കിട്ടിയാലും ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ കടത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതുപോലെ ശത്രുതയൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഭാഗം ഇവർ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള സ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷം മാറിക്കിട്ടും. കാരണം ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ കിണറെന്ന് പറയുന്നത് ഈ ഒരു വീടിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. കാരണം നമുക്ക് ഇടയ്ക്കൊരു മതിൽ കെട്ടി തിരിക്കാനുള്ള ഒരു സ്പേസ് ഒന്നുമില്ല. അപ്പം കൃത്യമായിട്ടുള്ളൊരു സ്ഥാനം ആരെങ്കിലും കണ്ടിട്ട് കാണിച്ച ശേഷം അത് കൃത്യമാക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. ഇത്രയും പെട്ടെന്ന് ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ കിണറിനുള്ളൊരു പരിഹാരം ഇവർ എന്തായാലും ചെയ്യണം. കാരണം സാമ്പത്തികമായിട്ട് നമുക്കൊരു എഴുന്നേറ്റമില്ലാത്തതിൻ്റെ വേറൊരു വിഷയം കിണറിൻ്റെ വിഷയമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവർ ക്ലിയർ ചെയ്ത് കഴിയുമ്പം ഇവിടെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾക്കൊക്കെ ഒരു പരിധിയാവും. പിന്നെ ലോണുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പതുക്കെ അടച്ചു തീർക്കുക. എന്തായാലും കാലക്രമേണ ഇവരുടെ സാമ്പത്തിക നില വളരെയധികം പുരോഗമിക്കുന്നതിന് അത് കാരണമായി തീരും.
ഇപ്പോൾ ചില വീടുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ കാണാറുണ്ട്, ഇപ്പോൾ അടുക്കളയിലെ മാലിന്യങ്ങൾ പോകാൻ വേണ്ടി ഒരു ടാങ്ക് പോലെ കെട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു പക്ഷേ വളരെ ഒരു വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലൊക്കെ കളക്ട് ചെയ്യുന്നത്. അപ്പം ടാങ്ക് കെട്ടുന്നതിനോടും അതല്ലാതെ തന്നെ പാത്രത്തിലോ മറ്റോ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ട് കളയുന്നതിനോടും തമ്മിലുള്ള വ്യത്യാസമുണ്ടോ? അതോ ആ ദിശ മാത്രം നോക്കുന്നതല്ലേ ഉള്ളൂ? നമുക്ക് വെള്ളത്തിൻ്റെ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു കോമ്പൗണ്ട് നമ്മൾ ചെയ്തല്ല, ഒന്നിൽ നമുക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്യാം, അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്യാം, അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് ചെയ്യാം. ഈ 3 ദിക്കല്ലാതെ മറ്റേത് ദിക്കിലും നമ്മൾ വെള്ളത്തിൻ്റെ ഒരു അംശങ്ങളും വരാൻ നമുക്ക് പാടില്ലാത്തതാണ്. കാരണം ഓരോ ദിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അംശങ്ങൾ വരുമ്പം ചിലപ്പോൾ അതിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വിപരീത ഫലങ്ങളായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഈ മലിനജലങ്ങളെല്ലാം കൂടെ കെട്ടിക്കിടക്കത്തക്കൊണ്ടുള്ള വലിയ ടാങ്കുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ചില എപ്പോഴും പറയുന്നത് പോലെ വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് മാക്സിമം കോസ്മിക് എനർജി വീടിനകത്തോട്ട് കടന്നു വരുന്നതാണ്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്കിതുപോലെ വലിയൊരു മലിനമായിട്ടുള്ള ജലമെല്ലാം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അതിനകത്തോട് വരുന്ന എനർജി എപ്പോഴും നെഗറ്റീവ് ഊർജ്ജമായിരിക്കാൻ വരിക. അതേപോലെ നമുക്ക് ചില വീടുകളൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് തീരെ സ്പേസ് ഉണ്ടാവില്ല. കാരണം അല്ലെങ്കിൽ ഒരു ടാങ്ക് കെട്ടാനോ അങ്ങനെയുള്ള നോട്ട് സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതെങ്കിലും ഒരു വാസ്തുക്കാരെ വിളിച്ച് കാണിച്ച ശേഷം ചെറിയൊരു ഭൂമിക്ക് അടികൂടാന്നെങ്കിൽ ഒരു ബേസിക് ഫൗണ്ടേഷൻ കെട്ടി അതിനെ പുറത്താക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദോഷങ്ങളൊന്നും ഈ കോമ്പൗണ്ടിൽ വരില്ല. ഇപ്പോൾ ഇവരെ ബാധിച്ചിരിക്കുന്ന കിണറിൻ്റെ വിഷയങ്ങളും ചുറ്റളവിൻ്റെ വിഷയങ്ങളൊക്കെയാണ് ഇവരെ ശരിക്കും സാമ്പത്തികപരമായിട്ട് ഒരുപാട് തകർക്കുന്നത്. അല്ലാതെ അതിൻ്റെ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് പോലും വലിയ ദോഷങ്ങൾ കാര്യമായിട്ടില്ല. കാരണം മൊത്തം വാസ്തു കംപ്ലൈൻറ്റുകൾ മാത്രമാണ്. അപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റിന് ഇവർ പരിഹാരം ചെയ്യുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതുപോലെ ടാങ്ക് വെക്കുമ്പോഴും കിണർ വെക്കുമ്പോഴും കൃത്യമായിട്ടുള്ള ദിശ ഇവരനുസരിച്ച് വെക്കുകയാണെങ്കിൽ കൂടുതൽ ഗുണഫലങ്ങൾ അവർക്ക് തീർച്ചയായും കിട്ടും. വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങളും സംശയ ദൂരീകരണങ്ങളും ഉറപ്പിക്കുക. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. എഴുതിയിറക്കേണ്ട വിലാസം: ജ്യോതി പ്രൊഡ്യൂസർ, ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിന്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു യാത്രയിൽ വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം, ഗുരുവരുളാകുന്ന ദേവാമൃതം.